മുലപ്പാലിന് ഉപ്പ് നോക്കുക എന്നൊക്കെ മലയാളത്തിൽ ഒരു പ്രയോഗമുണ്ട്. ഇന്ന് രാവിലെ മാധ്യമങ്ങൾ കണ്ടപ്പോൾ ആദ്യം തോന്നിയത് അതാണ്. ജോസ് കെ മാണി ചങ്കെടുത്ത് കാണിച്ചപ്പോഴും ചെമ്പരത്തി പൂവാണെന്ന് പറയാനാണ് ഈ മാധ്യമങ്ങൾക്കെല്ലാം താല്പര്യം. ഏതോ ചില മാധ്യമങ്ങൾ കനകോലുവിന്റെ കൊട്ടേഷൻ പിടിച്ച് ചില ജൽപ്പനങ്ങൾ നടത്തിയപ്പോൾ അത് ചില മാധ്യമങ്ങളും അത് ഏറ്റെടുത്ത് ആഘോഷിച്ചു. ജോസ് വളരെ കൃത്യമായി അതിന് മറുപടിയും പറഞ്ഞു. പക്ഷെ ചില മാധ്യമ സംഘങ്ങൾ, അതായത് ബൈബിൾ വായിക്കുവാനും അത് വിശകലനം ചെയ്യാനും അറിയാത്ത ചിലർ അതിനൊക്കെ നൽകിയ വ്യാഖ്യാനങ്ങൾ, അത് കേൾക്കുമ്പോഴാണ് നമുക്കൊക്കെ ചിലത് പറയാൻ തോന്നുന്നത്. ഏതായാലും അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ജോസ് കെ മാണി പറഞ്ഞ കാര്യങ്ങൾ അവിടെ അവസാനിപ്പിക്കുവാൻ ഒരു മാധ്യമവും തീരുമാനിച്ചിട്ടില്ല. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. മുട്ടനാടിന്റെ പിന്നാലെ നടക്കുന്ന ചെന്നായി പോലെ ഇന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റി കഴിയുമ്പോൾ വീഴുമെന്ന പ്രതീക്ഷയിലാണ് ചിലർക്കെങ്കിലും ഉള്ളത്. റോഷിയും ജയരാജും തോമസ് ചാഴിക്കാടനും അടങ്ങുന്ന ടീമിനെ നയിക്കുന്നത് താൻ തന്നെയാണെന്ന് ജോസ് കെ മാണി കൃത്യമായി പറഞ്ഞു. അതാർക്കും വിശ്വാസം അങ്ങോട്ട് വരുന്നില്ല. 2019 പാർട്ടി വളരുമ്പോൾ MLA-മാരായിരുന്ന റോഷിയും ജയരാജും MP ആയിരുന്ന തോമസ് ചാഴിക്കാടന് നൽകിയ പൂർണ്ണ പിന്തുണയുടെ ഭാഗമാണ് പാർട്ടി ഇന്ന് കൈവരിക്കുന്നതെന്ന് വ്യക്തമായ ധാരണയുള്ള ആളാണ് ജോസ് കെ മാണി. വലിയ പ്രലോഭനങ്ങൾ ഉണ്ടായിട്ടും മാണി സാറിന്റെ മകനെ കൈവിടില്ലെന്ന് പറഞ്ഞ് കൂടെ നിന്നവരോട് ഉപകാരസ്മരണ ഇല്ലാത്തവരാണ് ജോസ് എന്ന് വരുത്തി തീർക്കാനാണ് കോൺഗ്രസ്സുകാരും ചില മാധ്യമങ്ങളും വലതുപക്ഷ മാധ്യമങ്ങളും ശ്രമിക്കുന്നത്. ഓരോ ദിവസങ്ങളിലും ഇറങ്ങുന്ന മാധ്യമ ഗോസിപ്പുകൾ കാണുമ്പോൾ ജോസിനെയും കൂട്ടരെയും അപമാനിക്കാൻ ബോധപൂർവം ചമച്ചു വിടുന്നതാണെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകും. ഉദാഹരണത്തിന് 13 സീറ്റിന്റെ ഉടമസ്ഥാവകാശം ഇടതുമുന്നണിയിലുള്ളപ്പോൾ മുന്നണിയുടെ കെട്ടുറപ്പിന് വേണ്ടി 12 സീറ്റിൽ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച ജോസിനും കൂട്ടർക്കും UDF വരുമ്പോൾ 6 മുതൽ 9 സീറ്റ് വരെ കൊടുക്കുമെന്നാണ് ചില മാധ്യമ സംഘങ്ങൾ പ്രവചിക്കുന്നത്. കറക്കുന്ന പശുവിനെ വിറ്റിട്ട് ചവിട്ടുന്ന കാളയെ വാങ്ങാൻ ആരെങ്കിലും പോകുമോ? പ്രത്യേകിച്ച് ജോസ് കെ മാണി. മാധ്യമങ്ങളുടെയും കോൺഗ്രസിന്റെയും ഉദ്ദേശം ഇത്രമേ ഉള്ളൂ. ജോസ് കേവലം 6 മുതൽ 9 വരെ സീറ്റുകൾ ഇരന്നു വാങ്ങാനുള്ള കഴിവ് മാത്രമേ ഉള്ളവനാണെന്ന് ജനങ്ങളെ ബോധിപ്പിക്കുക. അതൊരു നല്ല കാര്യമല്ലേ? ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം 3ാം തുടർ ഭരണത്തിന് വേണ്ട അടിത്തറകൾ മുഴുവൻ ഇട്ടുകഴിഞ്ഞു. 110 സീറ്റിൽ മുന്നേറിയ ലോക്സഭാ ഇലക്ഷന് ശേഷം നടന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ 80 സീറ്റ് മാത്രമേ മുന്നേറാൻ UDF സാധിച്ചുള്ളൂ. ജോസിനെ പറഞ്ഞ് ഇളക്കിയും വിരട്ടിയും കളിയാക്കിയും മുന്നണിയിൽ നിന്ന് ചാടിക്കാമെന്ന് കരുതിയ ഒരു വർഗം ഇവിടെ ഉണ്ട്. പ്രലോഭനങ്ങളിൽ വീഴുന്നവരാണെന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമവും ഒരു വശത്ത് നടക്കുന്നു. തന്റെ പിതാവിനെ തീർത്തതുപോലെ തന്നെയും തീർക്കുവാനുള്ള നീക്കമാണ് UDF നടത്തുന്നതെന്ന ഉത്തമ ബോധ്യമുള്ള ആളാണ് ജോസ്. ചവിട്ടി പുറത്താക്കിയവർ തന്നെ തിരികെ വിളിക്കുന്നത് കേട്ട് ആസ്വദിച്ചിരിക്കുകയാണ് മാണി ഗ്രൂപ്പുകാർ. ഏതായാലും മാണി ഗ്രൂപ്പിനെ എഴുതിത്തള്ളിയ മുഴുവൻ പേർക്കും അത്ഭുതം സൃഷ്ടിച്ചുകൊണ്ട് കൂടുതൽ സീറ്റുകളിൽ വിജയിച്ചു വരുമ്പോൾ മാണി ഗ്രൂപ്പിനെ അഭിനന്ദിക്കാൻ ആരും മറക്കരുത്, അത്രേ പറയാനുള്ളൂ.